2019 മാർച്ച് 24-നാണ് കോഴിക്കോട് വെസ്റ്റിയിൽ ചുങ്കം സ്വദേശിയായ വിജിലിനെ കാണാതാകുന്നത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം വീട്ടിൽ നിന്നും ബൈക്കുമായി ഇറങ്ങിയ വിജിലിനെ പിന്നീട് വീട്ടുകാർ കണ്ടിട്ടില്ല. വിജിലിന്റെ പിതാവ് നൽകിയ പരാതിയിൽ എലത്തൂർ പോലീസ് കേസെടുത്തു. എന്നാൽ അന്വേഷണത്തിൽ വിജിലിനെ കണ്ടെത്താനായില്ല. സുഹൃത്തുക്കളുടെയും മറ്റും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിൽ നാടുവിട്ടു എന്ന നിഗമനത്തിലെത്തി. 2025 തുടക്കത്തിൽ കോഴിക്കോട് കമ്മീഷണർ ടി നാരായണന്റെ നിർദ്ദേശപ്രകാരമാണ് എലത്തൂർ പോലീസ് വിജിൽ തിരോധാന കേസിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. 6 വർഷങ്ങൾക്കിപ്പുറം വിജിലിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തപ്പോൾ ഉണ്ടായ വൈരുദ്ധ്യമാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് 1-ാം പ്രതിയായ നിഖിലും 3-ാം പ്രതിയായ ദീപേഷും കസ്റ്റഡിയിലായി. 2-ാം പ്രതിയായ രഞ്ജിത്ത് ഒളിവിൽ പോയി. കോഴിക്കോട് സരോവരം ബയോ പാർക്കിന് സമീപത്തുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് വിജിലും സുഹൃത്തുക്കളായ തങ്ങൾ 3 പേരും ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നും മയക്കുമരുന്നിന്റെ അമിതമായ അളവ് കാരണം വിജിൽ ബോധരഹിതനായി എന്നുമാണ് 1-ാം പ്രതിയായ നിഖിലിന്റെ മൊഴി. തുടർന്ന് പിറ്റേ ദിവസം വിജിലിനെ അന്വേഷിച്ച് അതേ സ്ഥലത്തെത്തിയ പ്രതികൾ കണ്ടത് വിജിലിന്റെ മൃതദേഹമാണ്. ശേഷം വിജിലിന്റെ മൃതദേഹം ഈ കാണുന്ന ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തി. വിജിൽ നാടുവിട്ടുവെന്ന് വരുത്തി തീർക്കാനായി വിജിലിന്റെ മൊബൈൽ ഫോണും ബൈക്കും റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം സരോവരത്തെ ഇതേ ചതുപ്പിൽ തിരിച്ചെത്തിയ സുഹൃത്തുക്കൾ വിജിലിന്റെ ഒരസ്ഥിയെടുത്ത് കടലിൽ ഒഴുക്കിയെന്നും മൊഴിയിൽ പറയുന്നു. 1-ാം പ്രതിയായ നിഖിലിനെയും 3-ാം പ്രതിയായ ദീപേഷിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിജിലിന്റെ ബൈക്ക് കണ്ടെടുത്തു. തുടർന്നായിരുന്നു ചതുപ്പിൽ മൃതദേഹത്തിനായുള്ള പരിശോധന ആരംഭിച്ചത്. പ്രതികളുമായി സരോവരം പാർക്കിന് സമീപത്തെ ചതുപ്പിലെത്തിയ പോലീസ് മൃതദേഹത്തിനായുള്ള തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം തിരച്ചിൽ ദുഷ്കരമായി. പ്രതികളെ പോലീസ് വീണ്ടും 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കെടാവർ നായകളെ ഉൾപ്പെടുത്തിയായിരുന്നു തിരച്ചിൽ. കാലാവസ്ഥയും പ്രതികൂലമായി. എങ്കിലും കസ്റ്റഡി കാലാവധി കഴിയുന്ന 5-ാം ദിവസം വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ ചതുപ്പിൽ നിന്നും കണ്ടെത്തി. 2-ാം പ്രതിയായ രഞ്ജിത്തിനെ തെലങ്കാനയിൽ വെച്ച് എലത്തൂർ പോലീസ് പിടികൂടി. ഇനി വരേണ്ടത് സ്ഥിരീകരണമാണ്. കണ്ടെത്തിയ അസ്ഥികൾ വിജിലിന്റേതാണെന്ന സ്ഥിരീകരണം. അതിനായി അസ്ഥികളിൽ നിന്നും വിജിലിന്റെ മാതാപിതാക്കളിൽ നിന്നും DNA ശേഖരിച്ച് പരിശോധന നടത്തും. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.